നമസ്കാരം. താമരശ്ശേരി ചുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകിരൺ. എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ലക്ഷ്മി, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മോട് സംസാരിക്കാൻ പോകുന്നത് ഓൺലൈൻ ഗെയിമുകളെക്കുറിച്ചാണ്. ഓൺലൈൻ ഗെയിം എന്നത് എപ്പോഴാണ് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്നത് എന്നാണ് ഡോക്ടർ ലക്ഷ്മി സംസാരിക്കാൻ പോകുന്നത്. നന്ദി. താമരശ്ശേരി ചുരത്തിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതെ. ഗെയിമിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് അഡിക്ഷനിൽ ഒരു ആദ്യ കാലഘട്ടങ്ങൾ മുതലേ തന്നെ വന്നുപെട്ട ഒരു ബുദ്ധിമുട്ടാണ്. കുട്ടികളെയാണ് ഇത് ആദ്യ കാലത്ത് കൂടുതലും എഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ പ്രായക്കാരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം സ്ക്രീൻ ടൈമും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും കളിച്ചുകൊണ്ടിരുന്ന ഗെയിം ഇപ്പോൾ സ്മാർട്ട് ഫോണിലേക്ക് വന്നതോടുകൂടി അത് തികച്ചും ജനകീയമായിട്ടുണ്ട്. എല്ലാവരെയും അത് ബാധിക്കുന്നു. എല്ലാവരുടെയും സമയം അതിലേക്ക് ഇൻവെസ്റ്റഡ് ആവുന്നു. അത് ഒരു അഡിക്ഷൻ്റെ പരിധിയിലേക്ക് പോകുന്നതും വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ യാത്രകളിൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ഥിരം കാണുന്നതാണ്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മുതിർന്നവർ വരെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ അതൊരു ശരിയായിരിക്കാം. എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന സമയമാണ്. പക്ഷേ ഇത് എപ്പോഴും ആകുന്നു എന്ന് ചിലപ്പോൾ ആ കളിക്കുന്ന ആൾ പോലും അറിയില്ല. അതൊരു അങ്ങനെയാണല്ലോ അഡിക്ഷൻസ് പോകുന്നത്. അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് ലെവലിലെത്തി നമ്മൾ നിന്ന് പുറത്തു വരണം എന്നെപ്പോഴാണ് നമുക്കൊരു തോന്നലുണ്ടാകേണ്ടത്? ഇന്നിപ്പോൾ 1-2 ഗെയിമെങ്കിലും അവരുടെ സ്മാർട്ട് ഫോണിൽ ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അതിൽ വളരെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഗെയിംസ് ഒരുപാട് ഉണ്ട്. നമ്മൾ പറഞ്ഞിടക്ക് പഴയ ഹണ്ടർ ഗ്യാദറർ അവസ്ഥയിലുള്ള ആൾക്കാരെങ്കിൽ ഈ റിലാക്സേഷന് വേണ്ടിയിട്ട് ഫയർ ഗേസിംഗ് എന്നൊക്കെ പറഞ്ഞ് അവർ തീ കൂട്ടിയിട്ട് അത് നോക്കിയിരിക്കും. അതൊരു റിലാക്സേഷനാണ്. അതുപോലെ ഈ ടെട്രസ് പോലെ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതേ ഉള്ളൂ. വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ കളിക്കുന്ന ഗെയിമുകൾ മിക്കവരുടെയും ഫോണുകളിൽ ഉണ്ടാകാറുണ്ട്. അതൊരു ടൈം പാസ്സായിട്ട് കളിച്ചു പോകുന്നതാണ്. പക്ഷേ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അതിലങ്ങ് ഒരു ക്യാരക്ടറായി മാറുന്ന ഗെയിംസ്. അതിൻ്റെ ഈ ലെവൽസും അതിൽ കിട്ടുന്ന അച്ചീവ്മെൻറ്റ് നമ്മുടെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയുടെ ഒരു അച്ചീവ്മെൻ്റ് ആയി കണക്കാക്കി തുടങ്ങും. അത് ഭയങ്കരമായി നമ്മളെ അതിലേക്ക് അഡിക്റ്റഡും ഇൻവോൾവ്ഡും ആക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് കളിക്കുന്നത് അവരൊരു ഗ്രൂപ്പായിട്ടായിരിക്കും കളിക്കുന്നത്. ഇപ്പം എക്സസൈസിനുമൊക്കെ നമുക്ക് അതിലൊരു പാൽസ് ഉള്ളത് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്നത് പോലെ ഇതിൽ ഈ അഡിക്ഷൻ മെയിൻ്റനൻസിനൊരു ഭയങ്കര പങ്കായിട്ട് ഈ കൂടെ ഉള്ള ഓൺലൈൻ ഗെയിമിംഗ് പാർട്ട്നേഴ്സ് സഹായിക്കും. പലയിടത്തായിട്ടിരിക്കുന്നു. അവരെല്ലാവരും കളിക്കുന്നു. ഓരോ ലെവലിലേക്ക് റീച്ച് ചെയ്യുമ്പം ഇവരുടെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻറ്റ് ഇപ്പം റിയൽ ലൈഫ് അച്ചീവ്മെൻറ്റിനോളം തന്നെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനും ഈ ഹാപ്പിനെസ്സും ഒക്കെ ഒരു യൂഫോറിയയിലേക്ക് ഒരു എക്സ്ട്രീം ഹാപ്പിനെസ്സിലേക്ക് പോകുന്ന രീതിയിൽ ഈ ഗെയിമിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റ് സഹായകമാകുന്നു. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അതായത് പണ്ട് കാലങ്ങളിൽ 4 പേര് പലയിടത്തുനിന്നും വന്ന് കളിച്ച് അതിലൊരു രസം കണ്ടെത്തുമ്പോൾ അതൊരു ആരോഗ്യത്തിനും ഒരു നല്ലൊരു ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ ഒരു വ്യക്തിബന്ധങ്ങളും കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്നിവിടെ പലയിടത്തും ഇരുന്നിങ്ങനെ കളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് മണിക്കൂറുകളോളം തുടരുമ്പോൾ ആരോഗ്യത്തിന് പ്രശ്നമാണ്. സ്ക്രീനിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ അതിന് മറ്റൊരു ഒരു വ്യക്തിബന്ധം കൂട്ടുന്ന അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ഒരറിവില്ല. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ ഓൺലൈനായി കളിക്കുന്ന ഈ ഗെയിമിൽ വരുന്ന പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒന്നാമത്തെ മാറ്റം നമ്മൾ ഉൾവലിയും. അതെ. കാര്യം നമുക്ക് കൂടുതൽ സമയം വേണ്ടത് ഇതിലിരുന്ന് കളിക്കാനാണ്. അപ്പോൾ പുറത്തുള്ള ബാക്കിയുള്ള നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ്, വെളിയിൽ പോയി കളിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ്, ഫാമിലിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് ബാക്കി സമയം സ്പെൻഡ് ചെയ്യുന്ന എല്ലാത്തിനും സമയം വലിച്ച് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതെ. അപ്പോൾ ജനറലി നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു നല്ല ഭാഗങ്ങളൊക്കെ ഡിസ്റ്റോർട്ടഡ് ആകുന്നു. അതെ. എന്നിട്ട് നമ്മൾ ഫുൾ ടൈം ഇതിൽ ഓരോരോ ലെവൽസ് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ചിലപ്പം അപകടകരമായ അവസ്ഥയിൽ റമ്മി പോലത്തെ അല്ലേ ഓൺലൈൻ. അത് ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് നമ്മൾക്ക് ഈ അതിലൊരു ഗാംബ്ലിംഗ് പ്രത്യേക ചെയ്യേണ്ടത്. അതെ. ഇത് ഗെയിമിംഗ് ഇൻ ഇറ്റ് സെൽഫ് തന്നെ നമുക്ക് പറഞ്ഞെടുക്കാം ആരോഗ്യം ബാധിക്കും. ഉറക്കമില്ലായ്ക, അതുപോലെ ഇതിന്റെ ആങ്സൈറ്റി, അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉള്ള സ്ട്രെസ്, ആകെ നമ്മൾ മറ്റൊരാളായി മാറി കളിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ മുതൽ എല്ലാ ലെവലിലും, ഇപ്പോൾ അക്കാഡമിക് അച്ചീവ്മെന്റ് കുട്ടികൾക്കാണെങ്കിൽ ജോലിയിലുള്ള
ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം കുറയും. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം എങ്ങനെയെങ്കിലും തീർത്തിട്ട് ഇതിലേക്ക് വരണം എന്നുള്ള ഒരു പ്രീ ഓക്യുപ്പേഷൻ, അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ തോട്ട് പ്രോസസ്സ് എല്ലാം ഇതിലേക്കായിരിക്കും. അതെ. ബാക്കിയെല്ലാം ഒരു നോട്ട് ഇൻട്രസ്റ്റിംഗ്, ബോറിംഗ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് സമയം കളയാനില്ല. ബാക്കിയെല്ലാം ഒരു വേസ്റ്റ് ഓഫ് ടൈം പോലെ തോന്നുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഇങ്ങനെ ഒരു ലെവലിൽ എത്തിയ ഒരാൾക്ക് വിചാരിച്ചാൽ മടങ്ങി വരാൻ പറ്റുമോ? എല്ലാ അഡിക്ഷനുള്ള പോലെയും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. അതെ. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടല്ല. ബാക്കിയുള്ളവർ നിർത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുകയുള്ളൂ. അതെ. എന്തിനാണ് നമ്മൾ ശല്യം ചെയ്യുന്നത്? നമുക്ക് ഇത്തിരി സമയമല്ലേ. ആ ഇത്തിരി സമയം എത്ര മണിക്കൂറുകളാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കൊരു സെൽഫ് അവയർനെസ് വേണം. നമ്മളൊരു ഗെയിം അഡിക്റ്റ് ആണോ? ഗെയിം അഡിക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ഒരു ഗെയിം അഡിക്റ്റിൻ്റെ സ്വതവേയുള്ള പേഴ്സണാലിറ്റീസ്? അപ്പോൾ അവർക്ക് കൂടുതൽ സമയം ഗെയിമിലേക്കായിരിക്കും അവരുടെ ഇൻട്രസ്റ്റ്. അവരുടെ തോട്ട് പ്രോസസ്സ് എല്ലാം ഗെയിമിനെ പറ്റിയിട്ടായിരിക്കും. നമ്മൾ ആ ലെവൽ ഈ അത് ചെയ്യുമ്പോഴും വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാക്ക് ഓഫ് യുവർ മൈൻഡ് ഇത് തന്നെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിൽ എങ്ങനെ അച്ചീവ് ചെയ്യുക? ഈ മൂവ് ശരിയാകുമോ? അവരിങ്ങനെ ചെയ്യുമോ? ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്ലാനിങ്ങും ഈ കോഗ്നിറ്റീവ് വൈസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം അതിനായിട്ട്, നമ്മുടെ ടാലൻ്റ് എല്ലാം അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പോകും. ഇൻ റിയൽ ലൈഫ് നമുക്ക് അതിലൊരു റിട്ടേൺസും ഇല്ല. അതെ. അപ്പോൾ ആദ്യം സ്വയം മനസ്സിലാക്കുക ഇതിലാണ്, എന്നിട്ടാണ് പുറത്തു വരാൻ ശ്രമിക്കുക. മെല്ലെ മെല്ലെ മറ്റ് പല കാര്യങ്ങളിലും താല്പര്യം ജനിപ്പിച്ച് ആദ്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് മാറണം എന്നൊരു ചിന്ത വരണം. അല്ലേ? ഇത് നമുക്ക് ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് സ്വയം ബോധ്യമായ അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ അത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് സമയത്തേക്കാകാം. ഈ ഇത്രയും ഇൻവെസ്റ്റഡ് അല്ലാത്ത ഗെയിംസിലേക്ക് വരാം. അങ്ങനെ സ്ലോ ആയിട്ട് ഏതൊക്കെയാണ് നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് ഈ ഇതിലുള്ള അച്ചീവ്മെൻറ്റിൻ്റെ ഹൈ ആയിരിക്കും, ചിലർക്ക് ഈ കമ്പനി ആയിരിക്കും. എന്താണ് നമ്മളെ ഇതിലേക്ക് തിരിച്ച് പുള്ള് ചെയ്യുന്നത് എന്നുള്ളത് സ്വയം വിലയിരുത്തണം. അതിന്ന് മാറി അത്രയും ഹൈ കിട്ടിയില്ലെങ്കിലും ഓൾമോസ്റ്റ് അതുവരെ എത്തുന്ന വേറെ ഓൾട്ടർനേറ്റീവ്സ് നോക്കണം. കളിക്കാൻ പോവാം, വെളിയിൽ പോയി കളിക്കാം. ഇപ്പം ഫിസിക്കൽ എക്സസൈസ് ഒരു നല്ല മീൻസാണ്. എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ ആ ഒരു എനർജി അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, കുറെ കൂടെ ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും. ഹെൽത്ത് വൈസ് പറഞ്ഞു വരുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് മെല്ലെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, അല്ലേ? സ്റ്റെപ്പ് ഡൗൺ എന്നിട്ട് സ്ലോലി ഒരു മാറ്റം കൊണ്ടുവരും. ഡോക്ടർ ലക്ഷ്മി ഇന്ന് നമ്മളോട് പറഞ്ഞത് ഓൺലൈൻ ഗെയിമുകളിലേക്ക് അഡിക്റ്റഡ് ആകുമ്പോൾ വ്യക്തിയുടെ ആരോഗ്യവും അതുപോലെ അയാളുടെ സാമൂഹിക ബന്ധങ്ങളും വലിയ അപകടത്തിലാവുമെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിനുള്ള മാർഗങ്ങളും നമ്മളോട് പറഞ്ഞു. ആദ്യം ഇതിന് ഇങ്ങനെ ഒരു അഡിക്ഷന് നമ്മൾ അടിമയായിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ്, അതാണ് ഇതിലേറ്റവും പ്രധാനം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ മാറണം എന്നൊരു ചിന്ത കൂടെ വരണം. അത് കഴിയുമ്പോൾ മെല്ലെ കുറേ സമയമെടുത്ത് റിസ്ക് കുറഞ്ഞ ഗെയിമുകൾ കളിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അവസാനം ഏതെങ്കിലും മറ്റ് മേഖലകളിലേക്ക് കടന്നുപോയി പുറത്തു വരിക. ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇത് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സന്തോഷമാണ് പറഞ്ഞു തരാൻ. ഇത്രയും നേരം നമ്മളോടൊപ്പം ഇവിടെ സമയം ചെലവഴിക്കുകയും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ ലക്ഷ്മിക്ക് താമരശ്ശേരി ചേർത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുകയാണ്. നന്ദി.